ഓൺലൈൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയുടെ പ്രത്യേകത എന്തായിരുന്നു? ജോഷിയച്ചൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച കടുകുമണിയുടെ ഉപമ. എനിക്ക് ഓർമ്മയുണ്ട്. പാകിയ കടുകുമണി, പാകാത്ത കടുകുമണി. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ജൂൺ 19 നാം സ്കൂളുകളിലെല്ലാം വായനാവാരമായി ആഘോഷിച്ചില്ലേ? വായനാവാര പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ആ കുഞ്ഞു കവിതയാണ്. അതെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും. വായനയുടെ മൂല്യം എത്ര മനോഹരമായാണ് കുഞ്ഞുണ്ണി മാഷ് ആ കൊച്ചു കവിതയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ പുസ്തകത്തിൽ ഇങ്ങനെയെങ്കിൽ എത്രയോ അമൂല്യമായ രത്നങ്ങളാവും ജീവന്റെ പുസ്തകത്തിലുള്ളത്. അതെ, ജീവന്റെ പുസ്തകം ബൈബിൾ. ഈ ആഴ്ചത്തെ വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം നമ്മുടെ ഉള്ളിലും ഒരു വിത്ത് മുളപൊട്ടുന്ന അനുഭവം ഉണ്ടാക്കണം. കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ അടുത്തുണ്ടായിരുന്നിട്ടും വിശ്വാസത്തിന്റെ കനൽ അവരിൽ കത്തിയില്ലല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മീശയെ ഓർക്കാറുണ്ടോ? ഇല്ല, ശരിയല്ലേ? ഈ ആഴ്ച നിങ്ങൾക്കൊരു ചലഞ്ച്. എന്ത് ചലഞ്ച്? ഈ ആഴ്ചയിലെ വചനഭാഗമായ മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിച്ചും ധ്യാനിച്ചും വ്യത്യസ്ത ഭാവങ്ങളിൽ വീഡിയോ എടുത്ത് അയക്കണം. ഏറ്റവും നല്ല വീഡിയോയ്ക്ക് സമ്മാനവുമുണ്ട്. നിങ്ങൾ റെഡിയല്ലേ? കോട്ടപുറം രൂപതയിൽ നിന്നുള്ള നമ്മുടെ മെത്രാന്റെ അറിയിപ്പ് പ്രകാരം നാളെ വിഭാര്യന്മാരെയും വിധവകളെയും ആദരിക്കുന്ന ചടങ്ങും കൂടിയാണ്. വിധവയുടെ കാണിക്ക പോലെ അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിപാടി നമുക്ക് ഭംഗിയാക്കാട്ടോ. തീർന്നില്ല കേട്ടോ. KCYയും CLCയും തിരുവാല സഖ്യവും രൂപീകരണം ചെയ്യുന്ന ഒരു സുദിനം കൂടിയാണ് നാളെ. നമുക്ക് ആഘോഷിക്കാം. ഉണർന്നെഴുന്നേൽക്കാം. ഒരുമയിൽ ഒന്നാകാം.